നമസ്കാരം. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് സ്വയം അവകാശപ്പെടുന്ന സോഷ്യൽ മീഡിയ താരങ്ങളോട്, യൂട്യൂബർമാരോട് എനിക്ക് യാതൊരു പിണക്കവുമില്ല. അവർ അവരുടേതായ രീതിയിൽ സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇത്തരം സോഷ്യൽ മീഡിയ താരങ്ങളിൽ മിക്കവരും ചില താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, പ്രത്യേകിച്ച് സാമ്പത്തിക ലാഭത്തിനു വേണ്ടി. അവർ പ്രൊമോട്ട് ചെയ്യുന്നതും വാചകമടിക്കുന്നതുമൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ ഗ്രോത്തിനും അതുവഴി ഉണ്ടാകുന്ന ലാഭത്തിനും വേണ്ടി മാത്രമാണ്. സമൂഹത്തിന് എന്തെങ്കിലും ഗുണം ചെയ്യുക എന്ന ലക്ഷ്യം, പുതിയ അറിവ് നൽകുക എന്ന ലക്ഷ്യമുള്ളവർ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും ജനപ്രിയമായ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിനെ ഞാൻ പൊതുവെ ഫോളോ ചെയ്യാറില്ല. വീണ്ടും ആവർത്തിക്കുന്നു, അവരോട് ഒരു വിരോധവും ഒരു അസൂയവും എനിക്കില്ല. അവർ അവരുടേതായ രീതിയിൽ ജീവിച്ചു പോകുന്നതിൽ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. ഇവർ ഉണ്ടാക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട്. അതിൽ ചിലതൊക്കെ സാമൂഹ്യ പ്രസക്തി ഉള്ളതായതുകൊണ്ട് ഞാൻ എടുക്കാറുണ്ട്. മഹാഭൂരിപക്ഷവും അവഗണിക്കും. രേണു സുധി എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കുറിച്ചുള്ള ചർച്ചകൾ അങ്ങനെയാണ് ഞാൻ ഇതുവരെ അവഗണിച്ചത്. എന്നാൽ അത് അവഗണിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്ക് എത്തിയതുകൊണ്ട് ചിലത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കൊല്ലം സുധി എന്ന മലയാളികൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന മിമിക്രി ആർട്ടിസ്റ്റ്, സ്റ്റേജ് ആർട്ടിസ്റ്റ്, മഴവിൽ മനോരമയിലും ഫ്ലവേഴ്സിലുമൊക്കെ കോമഡി പരിപാടികൾ നടത്തി സോഷ്യൽ മീഡിയയിൽ ഏറെ കയ്യടി നേടിയിരുന്ന താരമായിരുന്നു. 2023 ഒരു അപകടത്തിൽ കൊല്ലം സുധി കൊല്ലപ്പെടുന്നു. ആ അപകടത്തിൽ മറ്റു ചില സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് രക്ഷപ്പെടുന്നു. കൊല്ലം സുധിക്ക് വേണ്ടിയുള്ള കണ്ണീരായിരുന്നു അക്കാലത്ത് ചുറ്റിനും. കൊല്ലം സുധി ചെയ്തിരുന്ന പരിപാടിയുടെ അവതാരികയായിരുന്ന ലക്ഷ്മി നക്ഷത്ര അപകടത്തിൽപ്പെട്ട രക്തക്കറ പൂണ്ട കൊല്ലം സുധിയുടെ ടീഷർട്ട് ദുബായിൽ കൊണ്ടുപോയി പെർഫ്യൂം ആക്കി കൊണ്ടുപോയി തിരിച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞ വാർത്തകളും വിവാദങ്ങളും ആ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ലക്ഷ്മി നക്ഷത്രയെ കഴിഞ്ഞ ദിവസം UK വെച്ച് കണ്ടപ്പോൾ ഇക്കാര്യം ചോദിച്ചെങ്കിലും ഒരു ചെറിയ പുഞ്ചിരി മാത്രമാണ് ലക്ഷ്മി നൽകിയത്. സുധിയുടെ മരണശേഷമാണ് ഭാര്യയായ രേണു സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടുന്നത്. സുധിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ടായിരുന്നു അവർ സോഷ്യൽ മീഡിയ താരമായതെങ്കിലും പിന്നീട് ആൽബത്തിലെ ആർട്ടിസ്റ്റായും ഗായികയായും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായും ഒക്കെ ശ്രദ്ധിക്കപ്പെട്ടു. അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും സുധിയെ ഉപയോഗിച്ചുകൊണ്ട് മുതലെടുപ്പ് നടത്തുന്നതിനെ കുറിച്ചുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ധാരാളം വിമർശനങ്ങൾ ഉയർന്നു. സുധി മരിച്ചതുകൊണ്ട് അയാളുടെ ഭാര്യ രേണു എന്നും കണ്ണീരൊഴുക്കിയും കരഞ്ഞും കഴിയണം എന്ന നിലപാട് എനിക്കില്ലാത്തതുകൊണ്ട് ഇതേക്കുറിച്ചൊന്നും ഒരു അഭിപ്രായവും ഇതേവരെ പറഞ്ഞില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വേദനയോടെ ഒരു പ്രസ്താവന ശ്രദ്ധയിൽപ്പെട്ടു. രേണു സുധിക്കും മക്കൾക്കും ഫിറോസ് എന്ന നല്ല മനുഷ്യൻ പണിതുകൊടുത്ത വീട് പൊട്ടിയൊലിക്കുന്നു എന്നും അത് താമസയോഗ്യമല്ല എന്നും അവർ പറഞ്ഞതാണ് എന്നെ ഞെട്ടിച്ചു കളഞ്ഞത്. ആ ഞെട്ടലിന് സുപ്രധാനമായൊരു കാരണമുണ്ട്. ഈ ഫിറോസിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയ കൂട്ടായ്മ എല്ലാ വർഷവും പാവപ്പെട്ട അർഹതയുള്ളവർക്ക് ഒരു വീട് വെച്ച് കൊടുക്കാറുണ്ട്. നാട്ടുകാരുടെ പണം പിരിച്ചൊന്നുമല്ല, അവരുടെ അധ്വാനത്തിന്റെ ഫലമായി അവർ ശേഖരിക്കുന്ന, നല്ല മനസ്സുള്ളവർ കൊടുക്കുന്ന പണം ഉപയോഗിച്ച് ചെയ്യുന്ന ഒരു നല്ല കാര്യമാണ് ഫിറോസ് ചെയ്യുന്നത്. മറ്റു പല നന്മ മരങ്ങളും പേരെടുക്കാൻ വേണ്ടി ചാരിറ്റി ചെയ്യുമ്പോൾ പേരെടുക്കാൻ വേണ്ടി ഒന്നുമല്ലാതെ ആത്മാർത്ഥതയോടെ പ്രവർത്തിക്കുന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ഫിറോസ്. ഫിറോസിന്റെ പ്രവർത്തനം അറിയാവുന്നവരൊക്കെ അയാളുടെ പാദങ്ങളിൽ തൊട്ട് നമസ്കരിക്കും. അത്ര സത്യസന്ധമായി ചാരിറ്റിയെ ഒരു മുതലെടുപ്പ് പരിപാടിയാക്കാതെ, ഒരു ഉപജീവന മാർഗമാക്കാതെ, സ്വന്തം ജോലിക്കിടയിൽ മനസാക്ഷി തൃപ്തിപ്പെടുത്താൻ സുഹൃത്തുക്കളുടെ കൂട്ടായ്മയിൽ ഫിറോസ് നടത്തുന്ന പ്രവർത്തനം ശ്ലാഘനീയമാണ്. രേണു സുധിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്നപ്പോൾ അവർക്ക് കയറി കിടക്കാൻ വീടില്ല എന്നൊക്കെ കേട്ടപ്പോൾ ഫിറോസ് സ്വന്തം ഇഷ്ടപ്രകാരം രംഗത്ത് വന്ന് ഒരു വീട് വെച്ച് കൊടുക്കുകയായിരുന്നു. ഏതാണ്ട് 20 ലക്ഷത്തിലധികം രൂപ മുടക്കിയാണ് ഫിറോസ് ആ വീട് വെച്ച് കൊടുത്തത്. വീട് പണി ഏതാണ്ട് പൂർത്തിയായപ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരു മതിൽ കൂടി പണിത് കൊടുക്കാൻ ഫിറോസ് തീരുമാനിക്കുന്നു. എന്നാൽ അതിനുള്ള പണം തികയുമായിരുന്നില്ല. വീട് പണിതിനെ പൂർത്തിയാക്കിയത് സ്വന്തം പോക്കറ്റിൽ നിന്ന് കുറച്ച് പണം എടുത്താണ്. അനേകം പേരുടെ സൗജന്യ അധ്വാനവും ഈ പൂർത്തിയാക്കലിന് പിന്നിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ലേഖകൻ പീയൂഷ് ഈ വീടിനെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ പോയപ്പോൾ ഫിറോസാണ് പറഞ്ഞത്, ഒരു മോഹം ബാക്കിയാണ്, ചുറ്റുമതിൽ കൂടി പണിത് കൊടുക്കണമെന്ന്. 1,19,000 രൂപ ഞങ്ങൾ, അതായത് മറുനാടനായിരുന്നു, ഈ രേണു സുധിയുടെ വീടിന്റെ ചുറ്റുമതിൽ പണിയാൻ മുടക്കിയത്. അതിന് പേരിൽ വീമ്പിളക്കാനോ കയ്യടി നേടാനോ അവിടെ പോയി ട്രോഫി വാങ്ങാനോ വാർത്ത കൊടുക്കാനോ ലൈവ് ചെയ്യാനോ ഒന്നും ഞങ്ങൾ നിന്നില്ല. ആ പണം രേണു സുധിക്ക് കൊടുക്കുക എന്നതിനേക്കാൾ ഫിറോസിന്റെ നന്മയ്ക്കുള്ള അംഗീകാരമായാണ് ഞങ്ങൾ കൈമാറിയത്. അങ്ങനെ ഞങ്ങളുടെ കൂടി അധ്വാനത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഈ വീടാണ് ചോർന്നൊലിക്കുന്നു എന്ന് രേണു സുധി ചിലരോട് പറഞ്ഞത്. വളരെ സങ്കടകരമാണ്. നല്ല മികച്ച നിലവാരമുള്ള വീടാണ്. എവിടെയെങ്കിലും ഒരുപക്ഷെ ഷെയ്ഡില്ലാത്തത് കൊണ്ട് മഴ പെയ്തപ്പോൾ എറിച്ചിലടിച്ച് കാണും. അതിനെക്കുറിച്ച് ഇങ്ങനെ നുണ കലർത്തി പറയുക എന്നത് അങ്ങേയറ്റം സങ്കടകരമാണ്. ഈ വാർത്ത അറിഞ്ഞു പീയൂഷ് ആകെ തകർന്നിരിക്കുന്ന ഫിറോസിനെ കാണാൻ പോയി. ഇനി ഒരാൾക്കും ഒരു സഹായവും ചെയ്യുന്നില്ല,
മടുത്തു സാമൂഹ്യ പ്രവർത്തനം എന്നാണ് ഫിറോസ് പറഞ്ഞത്. രേണുവിനെ കുറ്റപ്പെടുത്താതെ വളരെ സങ്കടത്തോടു കൂടിയാണ് ഫിറോസ് മനസ്സ് തുറന്നത്. വീട് പണി പൂർത്തിയായതിനു ശേഷം നിരന്തരം ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കുമായിരുന്നു എന്നും ബൾബ് ഫ്യൂസായാൽ അത് മാറ്റിയിടേണ്ട ബാധ്യത പോലും വീട് പണിത് കൊടുത്ത ഫിറോസിൻ്റെതാണ് എന്നാണ് രേണു പറഞ്ഞിരുന്നതെന്നും സങ്കടത്തോടുകൂടി ഫിറോസ് പറയുന്നു. വീടിന് എന്ത് പണി വന്നാലും അപ്പോൾ വിളി വരും. അത് നിങ്ങൾ ചെയ്യൂ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ യൂട്യൂബർമാരിലൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചു എന്ന് പറയും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തും. ഇതിനൊക്കെ തുടർച്ചയായാണ് ഈ രേണു സുധി ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. സുധിയുടെ മെഡലുകളെല്ലാം ചാക്കിൽ വാരി കെട്ടിയിട്ടിരിക്കുന്നു, നശിച്ചു പോകുന്ന വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അത് നശിക്കാതിരിക്കാൻ വാരിക്കെട്ടി വെച്ചതാണ് എന്നവർ പറഞ്ഞത് വിശ്വസിക്കാൻ ആളുകൾക്ക് പ്രയാസം തോന്നിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം സൗജന്യമായി വീട് വെച്ചു കൊടുത്ത ഒരു മനുഷ്യനോട്, ആ ദൗത്യത്തിൽ പങ്കാളികളായ മനുഷ്യരോട് ഇങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് സുധിയുടെ ഓർമ്മകളെയും പരിഹസിക്കാൻ കഴിയും. ഇത്തരം രേണു സുധിമാർ വാസ്തവത്തിൽ നന്മ ചെയ്യാനുള്ള മനുഷ്യന്റെ മനസ്സിനെയാണ് ഇല്ലാതാക്കുന്നത്. ഫിറോസ് പറയുന്നത് പോലെ ആർക്കും ഒന്നും ചെയ്യരുതേ എന്ന പാഠമാണ് രേണു പഠിപ്പിച്ചത്. ഫിറോസ് ഞങ്ങളോട് പറഞ്ഞ ചില കാര്യങ്ങൾ കേൾക്കുക. ഇത്രയും ആൾക്കാർ അവർക്കെതിരെ നെഗറ്റീവായിട്ട് കമൻറ്റ് ഇടുമ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കുമ്പോഴേക്കും ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ളൂ. ഞങ്ങൾ പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു സ്ത്രീയാണ്, അവർക്ക് കുടുംബം നോക്കണം, അതിന് വേണ്ടിയിട്ടാണ് അവർ ജോലി ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടാണ് അവർ റീൽസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പക്ഷേ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പറയാൻ കാരണം എന്ന് ഞങ്ങൾക്ക് അറിയില്ല. അല്ല, ഒരു ഘട്ടത്തിൽ ഈ രേണുസുതിക്കെതിരെ ഭയങ്കര സൈബർ അറ്റാക്ക് വന്നപ്പോഴും ഞാൻ പോലും ഫിറോസിന്റെ ഒക്കെ ചോദിച്ചപ്പോഴും പറഞ്ഞെന്താണ്, അത് അവരുടെ ഇഷ്ടം അല്ലേ, അത് അവരുടെ ഒരു സ്വാതന്ത്ര്യം, അത് അവർ ചെയ്തോട്ടെ, അതിനകത്ത് ഒന്നും പറയാനില്ലെന്നാണ് പറഞ്ഞത്. വീട് കൊടുത്തത് മക്കൾക്കാണെന്നും പറഞ്ഞു. പക്ഷെ എങ്കിലും രേണുസുതി അതിന് ശേഷം നിങ്ങളെ ബന്ധപ്പെട്ടോ, ഇങ്ങനെ ചോരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു? ഇല്ല, അവർ ഞങ്ങളെ ഹൗസ് വാമിങ് കഴിഞ്ഞിട്ട് ഇവരുടെ അച്ഛനാണ് ബന്ധപ്പെടുന്നത്. ഇവരുടെ അച്ഛനാണ് അതിൻ്റെ ഫുൾ ഇൻചാർജ്. ആക്ച്വലി അവരുടെ അച്ഛനല്ല ഞങ്ങൾ വീട് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ സുധിയുടെ മക്കൾക്കും രേണുവിനും സുധിയുടെ അമ്മയ്ക്കാണ് വീട് കൊടുത്തിട്ടുള്ളത്. അവരുടെ അച്ഛനൊന്നും അതിനകത്ത് വലിയ റോളൊന്നുമില്ല. എന്ന് വെച്ചാൽ കിച്ചു എന്നൊക്കെ വലിയ മോനാണ്. കിച്ചുവിന് ആ വീട് കൊണ്ടു നടക്കാനും അവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാനുള്ള പക്വതൊക്കെ ഉണ്ട്. പക്ഷെ ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു വർക്ക് ഏരിയ ഇല്ല ഇവിടെ, ഞങ്ങൾക്ക് വർക്ക് ഏരിയ ഉണ്ടാക്കി തരണം. ഞാൻ പറഞ്ഞു ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഫണ്ടൊന്നുമില്ല, ലാസ്റ്റ് വെച്ചിട്ട് അറിയാലോ നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടാണ് അന്നത് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ എന്നാൽ സോഷ്യൽ മീഡിയ വഴി സഹായം അഭ്യർത്ഥിക്കും, യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് സഹായം അഭ്യർത്ഥിക്കും. അങ്ങനെ ആരെങ്കിലുമൊക്കെ വർക്ക് ഏരിയ ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന രീതിയിലൊക്കെ സംസാരിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് വിളിക്കുന്നത് മോട്ടർ കേടുന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല മോട്ടർ വെച്ചതെന്ന് പറഞ്ഞ് ഫ്ലവേഴ്സിനെ വിളിച്ചു. ഫ്ലവേഴ്സ് എന്തോ പറഞ്ഞു, അവർ മോട്ടർ അവിടെ കൊണ്ടുപോയി ശരിയാക്കാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എന്തോ വാളിൽ നിന്ന് എന്തോ ക്ലോക്ക് പൊട്ടി വീണു എന്ന് പറയുന്നു. പിന്നെ ഫ്യൂസ് പോയി, ലൈറ്റൊന്നും കത്തുന്നില്ല എന്ന് പറയണു. ഇങ്ങനെ കൊച്ചു പരാതികൾ, ബാലിശമായ പരാതികൾ. അപ്പം ഞങ്ങൾ പറയും നിങ്ങൾ ലോക്കലായിട്ട് ആരെങ്കിലും വിളിക്കും എന്നൊക്കെ പറയും. പിന്നെ നമ്മളെ മാലുള്ള ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ വിവരം പറഞ്ഞു. അപ്പോൾ അവരോട് മാലുള്ള ആൾക്കാർ ഇദ്ദേഹത്തിനെ വിളിച്ച് പറഞ്ഞു നിങ്ങളെല്ലാ കാര്യത്തിനും അവരെങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കല്ലേ, അവരൊരുപാട് തിരക്കുള്ള ആൾക്കാരാണ്, അവരൊരു വീട് നിങ്ങൾക്ക് വെച്ച് തന്നില്ലേ, നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ മെയിൻ്റെനൻസ് വന്നെങ്കിൽ ചെയ്യുന്നൊക്കെ പറയും. പിന്നെ അതിലിടയ്ക്കാണ് ഈ ഒരു ലൂവേഴ്സിൻ്റെ ഫ്രണ്ടിൽ ലൂവേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണാൻ പറ്റും. അത് നമ്മൾ എന്താ കൊടുക്കാൻ കാരണം വെച്ചാൽ അവരെ വീട്ടിൽ അവർ AC മറ്റുള്ള കാര്യങ്ങളൊന്നും വെക്കാനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പോൾ നല്ല പ്രകാശവും അതേപോലെ തന്നെ നല്ല എയർ സർക്കുലേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ഡിസൈനാണ്. നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ശക്തമായ കാറ്റും മഴയുള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ലൂവേഴ്സിൻ്റെ ഉള്ളിലൂടെ ചെറുതായിട്ട് ശീതലടിക്കും, അല്ലെങ്കിൽ ചാറ്റൽ മഴ വരുന്ന ഒരു ഇതുണ്ട്. അത് നമ്മുടെ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ പോലും ഇപ്പോൾ സിറ്റ് ഔട്ടിലിരുന്ന് കഴിഞ്ഞാൽ കാറ്റിന് ശീതലടിക്കും, സ്വാഭാവികമാണ് അത്. അതിനാണ് ഇവർ ഇതൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളത് ശരിയാക്കി തരും. ഞാൻ പറഞ്ഞു ചേട്ടാ ഒരു 2500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊരു പോളി കാർബൺ ഷീറ്റ് അവിടെ ഇടാൻ പറ്റും. പറയില്ലല്ലോ, അത് നിങ്ങൾ തന്നെ ചെയ്തു തരും, നിങ്ങൾ വീട് തന്ന സ്ഥിതിക്ക് അത് കംപ്ലീറ്റ് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ആണെന്നൊക്കെയുള്ള രീതിയിൽ വളരെ മോശമായ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ കിച്ചുവിനോട് ചോദിച്ചിരുന്നു, കിച്ചുവിന് നിങ്ങൾക്ക് വീട്ടിൽ എന്തെങ്കിലും മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണം എന്തെങ്കിലും മെയിൻ്റനൻസ് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ കിച്ചുവിന് അവിടുത്തെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാൾ. കിച്ചുവിൻ്റെ അനിയനും കിച്ചുവിൻ്റെ അമ്മയ്ക്കും കൊടുത്ത വീടാണത്. കിച്ചു പറഞ്ഞില്ല ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കിച്ചു മിഞ്ഞാന്നൊരു വീഡിയോ ഇട്ടിരുന്നു, നിങ്ങൾ കണ്ടെന്ന് കരുതുന്നു. വളരെ മോശമായ രീതിയിലാണത് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ ഇത് പോകുന്നത്, അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ ഒരു സുപ്രാത്തി അവർ വിളിച്ച് അവർ സോഷ്യൽ മീഡിയയിൽ ഇടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന്. പക്ഷേ ഒരിക്കലും ഇത്ര പെട്ടെന്ന് അവരിങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ഒരു പരിപാടി കാണിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല. അല്ല, ഇപ്പോൾ ഈ കൂടെയുള്ളവരൊക്കെ ഇപ്പോൾ പറയുന്നുണ്ടോ ഇത് വലിയ അബദ്ധമായിപ്പോയി ഇങ്ങനെ വീട് നിർമ്മിച്ചു കൊടുത്തത്?
തീർച്ചയായിട്ടും പറയുന്നുണ്ട് അതിനകത്ത്. ശരിക്ക് 500 രൂപ മുതൽ 50,000 രൂപ വരെ അല്ലെങ്കിൽ അത്രയൊക്കെ തന്ന ആൾക്കാരുണ്ട് നമുക്ക് ഓരോരുത്തർ. അവർ സുതിയോടുള്ളൊരു ഇഷ്ടം കൊണ്ട് തന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ പലർക്കും അതിൽ ഇതുണ്ട്, കുറ്റബോധമുണ്ട്, പശ്ചാത്താപമുണ്ട്. 500 തന്നവർ, 1000 തന്നവരൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇക്ക നമ്മളെടുത്തതൊരു മണ്ടൻ തീരുമാനമായിരുന്നു എന്നുള്ളത്. ഞാനും അത് അക്സെപ്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥയിലായിപ്പോയി. ഒരു മണ്ടൻ തീരുമാനമായിരുന്നു അത്, മറ്റൊരാൾക്ക് കൊടുക്കാമായിരുന്നു. ഇനി ഇങ്ങനെ ഒരു വീട് ആർക്കെങ്കിലും നിർമ്മിച്ചു കൊടുക്കുമോ? അയ്യോ, ഇനി ഈ പരിപാടി നമ്മൾ ഇതോടുകൂടെ അവസാനിപ്പിച്ചു. ഇത് ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ 5ാമത്തെ വീടാണിത്. നമ്മൾ ഒരുപാട് നെക്സ്റ്റ് മന്ത് ഞങ്ങളൊരു 50 വീൽ ചെയർ ഡൊണേറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയൊക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെ കൊച്ചു പ്രദീപ് എന്ന് പറഞ്ഞിട്ടൊരു മിമിക്രി കലാകാരുണ്ട്. പുള്ളിയുടെ ഒരു വീടിൻ്റെ ഡിസ്കഷൻ, പുള്ളിക്കൊന്ന് വീട് കൊടുക്കാൻ വേണ്ടി ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതെല്ലാം ഞങ്ങൾ ഡ്രോപ്പ് ചെയ്ത് ഇനി ആ പരിപാടിക്കൊന്നുമില്ല. ഇനി ഞങ്ങൾ എന്ന് വെച്ചാൽ ഈ പൈസ ഞങ്ങൾക്ക് കിട്ടുന്നത് വെച്ചാൽ ഞങ്ങളുടെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ കൂട്ടമായിട്ട് ചെയ്യുകയാണ്. ഓരോരുത്തർ ചെയ്യുന്നതിനേക്കാളും നല്ലത് കൂട്ടമായിട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷെ ഇപ്പം നമ്മൾ ഡിസൈഡ് ചെയ്തതെന്ന് വെച്ചാൽ ഓരോരുത്തർക്ക് കിട്ടുന്ന ബിസിനസ്സിൽ നിന്ന് ഓരോരുത്തർ അവരുടേതായ രീതിയിൽ ഇൻഡിവിജ്വലായിട്ട് സ്പെൻഡ് ചെയ്യാമെന്ന് മാത്രം. അത് എങ്ങനെ വെച്ചാൽ ഓരോരുത്തർ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക, അത്ര തന്നെ. ഇനി ഈ പരിപാടിക്കില്ല, ഇതോടുകൂടെ നിർത്തി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നന്ദി പ്രകടിപ്പിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് ഒരു നാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്തില്ലെങ്കിൽ ഒന്നും പറയാതെ അവർ പോയാലും കുഴപ്പമില്ല. പക്ഷേ തിരിച്ച് പോകുന്ന വഴിക്ക് കാലായിട്ടൊരു തൊഴി കിട്ടുമ്പോൾ ഉണ്ടാകുന്നൊരു വേദന ഉണ്ടല്ലോ, അത് അതിഭീകരമായൊരു ഫീലിംഗ് ആണത്. രേണുസുതിയോട് എന്താ പറയാനുള്ളത്? രേണുസുതിയോട് ഇത് വേണ്ടിയിരുന്നില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇത് ഞങ്ങളുടെ അടുത്ത് ചെയ്യേണ്ടിയിരുന്നില്ല. ഇത് വലിയൊരു പണിയാണ് ഞങ്ങൾക്ക് അവർ തന്നത്. അതിൽ ഞങ്ങളുടെ ഈ ക്രെഡിബിലിറ്റീനെ ചോദ്യം ചെയ്യുന്ന ഒരു രീതിയായിപ്പോയി. ഞങ്ങൾ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ബാംഗ്ലൂരും അതേപോലെ തമിഴ്നാട്ടിലും കേരളത്തിൽ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പ്രൊജക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ ചെയ്ത പ്രൊജക്റ്റുകളിൽ പോലും, പൈസ കൊടുത്ത് വാങ്ങിച്ച വീടുകളിൽ പോലും ഇതേപോലെ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ മാന്യമായിട്ട് അവർ ഞങ്ങളെ വിളിച്ച് സംസാരിച്ച് അത് ചെയ്തു കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇങ്ങനെ സോഷ്യൽ മീഡിയ വഴിയെ ഞങ്ങളെ അപകീർത്തിപ്പെടുത്തുമില്ല, ഞങ്ങളെ ഒന്നുമല്ലാതെ ആക്കുമെന്ന് ഒട്ടും പ്രതീക്ഷയുണ്ടായില്ല. വളരെ മോശമായൊരു തീരുമാനമായിപ്പോയി രേണുവിൻ്റെ ഭാഗത്തുനിന്ന്. രേണുവിൻ്റെ എൻ്റെ നമ്പറിലാണ്. രേണു പറയുന്ന നമ്പറില്ല എന്ന് പറയുന്നത് അത് തെറ്റായൊരു കാര്യമാണ്. എന്താ മീൻസ് 2020 മുതൽ ഞാൻ എൻ്റെ നമ്പർ മാറ്റിയിട്ടില്ല. 2 നമ്പർ എനിക്കുണ്ട്. ഈ 2 നമ്പറും രേണുസുതിക്ക് അറിയാം. ഇനിയിപ്പോൾ ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ പേജിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ നമ്പർ കിടക്കുന്നുണ്ട്, ആർക്കും എന്നെ കോൺടാക്ട് ചെയ്യാം. പക്ഷേ എന്നെ വിളിച്ചിട്ടൊരു മെസ്സേജ് ഇട്ടാൽ മതി, എനിക്ക് അങ്ങനെ സീരിയസ് ആയിട്ട് പ്രശ്നം, എനിക്ക് ഒരു ദിവസം വരണം, പണിക്കാരെ കൂട്ടിയിട്ട് ഒന്ന് വന്ന് നോക്കിയിട്ട് നിങ്ങൾ എന്താ വെച്ചാൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളവിടെ പോവും, അതിനൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് വളരെ മോശമായിപ്പോയി.